വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പൂരം നടത്തിപ്പ് മാനദണ്ഡമനുസരിച്ചാവണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിക്കുന്നു. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നും കൃത്യമായി പോലീസിനെ വിന്യസിക്കണമെന്നും DGPയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ശ്യാം ദേവരാജ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, ഏറെ നിർണായകമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതാണ്ട് 1 വർഷം ആവുകയാണ് അടുത്ത പൂരമായി, അപ്പോഴും റിപ്പോർട്ട് സമർപ്പിച്ചില്ല. എന്നാൽ 3 മാസത്തിനകം പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തെല്ലാം നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത്? BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, S. മുരളീകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഹൈക്കോടതി സർക്കാരിന് കൃത്യമായ നിർദ്ദേശം നൽകുന്നത്. ഇതിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു B. ഗോപാലകൃഷ്ണന്റെ ഹർജി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാകും എന്ന കാര്യം സർക്കാർ അറിയിച്ചു. അപ്പോഴാണ് ഹൈക്കോടതി ഈ അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഇടക്കാല ഉത്തരവിലൂടെ നൽകുന്നത്. ഒപ്പം ഇത് യുക്തിപരമായി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. അന്വേഷണ റിപ്പോർട്ടിൽ യുക്തിപരമായ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്തു. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നമുണ്ടാകുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നാണ് ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തത്. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് മേൽനോട്ടം വഹിക്കണം എന്ന നിർദ്ദേശവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകുകയും ചെയ്തു. കൃത്യമായി പോലീസിനെ വിന്യസിക്കണം എന്നും സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഹൈക്കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, പൂരം നടത്തിപ്പ് മാനദണ്ഡമനുസരിച്ചും വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയും വ്യവസ്ഥാപിതവുമാകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ പൂരം നടക്കുമ്പോൾ വലിയ രീതിയിൽ സമയക്രമം അടക്കം പാലിക്കാതെയായിരുന്നു പൂരം നടന്നത്. പൂരമാല ആകെ അലങ്കോലപ്പെടുകയും ചെയ്തു. ഇതിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായി പൂരം നടത്തിപ്പ് മാനദണ്ഡമനുസരിച്ചും അത് വ്യവസ്ഥാപിതവും ആകണം എന്ന നിർദ്ദേശവും കൂടി നൽകുന്നത്. സംസ്ഥാന സർക്കാരിനാണ്, ദേവസ്വം ബോർഡ്, സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഈ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ മേൽനോട്ടം വഹിക്കണം എന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകുകയും ചെയ്തു. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാരിന് ഏറെ പ്രാധാന്യമുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ. കാരണം കഴിഞ്ഞ തവണ ഈ പൂരത്തിനിടെ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ തന്നെയും പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥലം മാറ്റുന്ന ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്ഥലം മാറ്റുന്ന നടപടികളിലേക്ക് കടക്കേണ്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും പൂരം വരാനിരിക്കെ കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നവരെ ഉരുക്കുമുഷ്ടി കൊണ്ട് വേണമെങ്കിൽ നേരിടൂ എന്നാണ് കോടതി കൃത്യമായി പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അതായത് ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ടും പൂരത്തിന്റെ നടത്തിപ്പിലും യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും അക്കാര്യത്തിൽ സമഗ്രമായ നിരീക്ഷണം, എല്ലാ ഏകോപനവും ഉൾപ്പെടെ ഉറപ്പാക്കണമെന്ന നിർദ്ദേശവും കൂടി സർക്കാരിന് നൽകുന്നുണ്ട്, സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുന്നുണ്ട്, ഒപ്പം തൃശൂർ ജില്ലാ കളക്ടർക്കും ഹൈക്കോടതി നൽകുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു ഉത്തരവും വാക്കാലുള്ള നിർദ്ദേശമടക്കം ഹൈക്കോടതി നൽകുകയും ചെയ്യുന്നത്. ദേവസ്വം ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ സംസ്ഥാന സർക്കാരിനോടാണ് കഴിഞ്ഞ തവണത്തെ പൂരം നടത്തിപ്പ് അലങ്കോലപ്പെട്ടതിൽ സംസ്ഥാന സർക്കാരിനോട് അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കാനും ആ അന്വേഷണത്തിൽ യുക്തിപരമായ തീരുമാനമെടുക്കാനും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത്. ഈ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നവരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടണമെന്ന വാക്കാൽ നിർദ്ദേശം ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിക്കും പോലീസിനും നൽകുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത്. ഒപ്പം ഇതിന്റെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയും മാനദണ്ഡങ്ങൾ അനുസരിച്ചുമാണ് പൂരം നടത്തേണ്ടത്. അതിന് ജില്ലാ കളക്ടർ ആവശ്യമായ നടപടി സ്വീകരിക്കണം. പോലീസിനെ വിന്യസിച്ച അക്കാര്യത്തിൽ അതിന് മേൽനോട്ടം വഹിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകുന്നു. ശരി, ശ്യാം ദേവരാജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.